പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NS-ൻ്റെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററിയുടെ 14ാമത്തെ ചാപ്റ്ററാണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ മെഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക വികസനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% പബ്ലിക് എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 14ാമത്തെ ചാപ്റ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും വിവിധ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ പലർക്കും ചോദ്യം ഉണ്ടാകും, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ, മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അതിനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി മലയാളത്തിലെ അർത്ഥം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഗൈഡിലുണ്ട്. ഗൈഡ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിൽ സൂഫിസത്തെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സൂഫി ടീച്ചിങ് ആണ്. സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ സൂഫിമാർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല എന്ന് പറയുന്നതാണ്. അവര് ആരാധനയിലും അതേപോലൊക്കെ കഴിയുന്ന ആളുകളാണ്. ആർഭാടത്തൊക്കെ എതിർക്കുന്ന ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമാണ് സൂഫിസം എന്ന് പറയുന്നത്. അത് ക്രിസ്താബ്ദം 10ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക വിശ്വാസങ്ങളിലും ആശയങ്ങളിലും സുപ്രധാന മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. ആ ആശയങ്ങളുടെ തലത്തിൽ ഖുർആനിലും ഹദീസിലും അധിഷ്ഠിതമായ യഥാസ്ഥിത വിഭാഗവും മിസ്റ്റിക് സ്വഭാവമുള്ള സൂഫിസവും ഉയർന്നു. സൂഫി എന്ന വാക്കിനർത്ഥം കമ്പിളി വസ്ത്രം ധരിക്കുന്നവനാണ്. സന്യാസത്തോട് അഭിമുഖമുള്ള അവൻ പരുക്കനും വളരെ സുഖകരമല്ലാത്തതുമായ കമ്പിളി വസ്ത്രങ്ങളാണ്. പരുക്കൻ രീതിയിൽ സുഖകരമല്ലാത്ത രീതിയിൽ കമ്പിളി വസ്ത്രം ധരിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് സൂഫികൾ. ക്രമേണ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ ഒരു സംഘമായി അവർ മാറി. ഖുർആന്റെയും പ്രവാചക പാരമ്പര്യത്തിന്റെയും പാഠങ്ങൾക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി. ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾക്കും ധാർമ്മിക അധപതനത്തിനുമെതിരെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. സമ്പത്തിന്റെ വൃത്തികെട്ട വിളയാട്ടത്തെ സൂഫികൾ എതിർത്തു. സൂഫികൾ അജ്ഞേയവാദികളായിരുന്നു. ഹസാമുൽ ബസാരിയെയും വനിതാ മിസ്റ്റിക്കായ റാബിയ അൽ ബസാരിയെയും പോലുള്ള ആദ്യകാല സൂഫികൾ പ്രാർത്ഥനക്കും ഉപവാസത്തിനും ദൈവപ്രേമത്തിനും പ്രാധാന്യം നൽകി. ധ്യാനത്തിലൂടെ ദൈവവുമായി മിസ്റ്റിക് ബന്ധം സ്ഥാപിക്കുക എന്ന ആശയത്തിന് ഈ സുന്നു മിസ്രി രൂപം നൽകി. അദ്ദേഹം ആശയ പ്രചാരണാർത്ഥം അറബിയയിലും സിറിയയിലും വ്യാപകമായി സഞ്ചരിച്ചു. ഭക്തന്റെ ദൈവവുമായുള്ള ആത്മീയ ലയനം എന്ന സൂഫികളുടെ സങ്കല്പം യാഥാസ്ഥികമായ ഉലമമാരുടെ എതിർപ്പിനായി. സൂഫികളുടെ സർവേശ്വരവാദവും ഉലമന്മാർക്ക് രുചിച്ചില്ല. സർവേശ്വരവാദം പ്രചരിപ്പിച്ച മൻസൂർ ഹല്ലാജിനെ അവർ വധിക്കുക പോലും ചെയ്തു. ഞാൻ സത്യമാണ്, ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ച മൻസൂർ ഹല്ലാജ് അനിസ്ലാമിക സിദ്ധാന്തങ്ങൾ സൂഫിസുമായി ബന്ധിപ്പിച്ചു. പ്രേമം, ഭക്തി, ധ്യാനം എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാരംഭിച്ച പ്രസ്ഥാനം ക്രമേണ ആനന്തരമായ പ്രേമത്തിൽ മാത്രം ഊന്നൽ നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അതോടെ മതവിശ്വാസവും മതാചാരങ്ങളും അപ്രസിദ്ധമായി എന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നെയിം ഓഫ് ദി സൂഫി ഓർഡർ ഫൗണ്ടഡ് ബൈ ദി ഖാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദി. വാട്ട് വേർ ദി ഇമ്പോർട്ടന്റ് ടീച്ചിങ് ഓഫ് സിൽസില. ബലാവുദ്ദീൻ സ്ഥാപിച്ച സൂഫി ഓർഡറിന്റെ പേരെന്തായിരുന്നു? അവരുടെ സിൽസിലകളുടെ പ്രധാന പ്രബോധനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നഖ്ശബന്ദി സിൽസില എന്നായിരുന്നു ബഹാവുദ്ദീൻ സ്ഥാപിച്ച സിൽസില. നഖ്ശബന്ദി സിൽസില എന്നാണ് ബഹാവുദ്ദീൻ സ്ഥാപിച്ച സിൽസില.
ആരംഭ കാലഘട്ടം മുതലേ അദ്ദേഹം ശരിയ നിയമങ്ങളുടെ പാലത്തിന് പ്രാധാന്യം കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള പുതിയ മാറ്റങ്ങളെ നിരാകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ ഡൽഹിയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഇസ്ലാം മതത്തിന് ചേരാത്തത് എന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ശുദ്ധീകരിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. മതപരമായ സംഗീതങ്ങൾ കേൾക്കുന്നതിനെയും ഇസ്ലാം ആചാരങ്ങളുടെ കബറിടങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനെയും ഇവർ എതിർത്തു. ഹിന്ദുക്കളും ഷിയകളും നടത്തുന്നതിനെയും ഷിയകൾ ബന്ധപ്പെടുന്നതിനെ ഇവർ എതിർത്തിരുന്നു. അക്ബറുടെ കാലത്ത് മുസ്ലിം അല്ലാത്തവർക്ക് നൽകിയ പദവികളെ ഇവർ കുറ്റപ്പെടുത്തി. ജസിയ നിരോധിച്ചതോടൊപ്പം ഗോവധ നിരോധനത്തിനും ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ആദ്യം മുസ്ലിം വിശ്വാസങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവർ ശ്രമിച്ചത്. യഥാസ്ഥിതിക ഇസ്ലാമിൻ്റെയും മിസ്റ്റിസത്തിൻ്റെയും തത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് വേർ ദ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് ഇൻ ദി ഭക്തി മൂവ്മെന്റ് ഇൻ ബംഗാൾ ആൻഡ് മഹാരാഷ്ട്ര. ഭക്തി പ്രസ്ഥാനത്തിന് ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ പ്രധാന വളർച്ചയാണ്. ബംഗാളിലെ വൈഷ്ണവ ഭക്തി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടുത്തെ വൈഷ്ണവ ഭക്തിയെ ഭാഗവത പുരാണത്തിലെ വൈഷ്ണവ ഭക്തിയും പാരമ്പര്യവും നാഥ് ഭക്തി പാരമ്പര്യം സഹായിച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളെല്ലാം വൈകാരികമായ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്. 12ാം നൂറ്റാണ്ടിൽ ജയദേവ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആചാര്യനായിരുന്നു. ബിസ്റ്റികളുടെ പ്രബോധനമായ സ്നേഹത്തിലൂന്നിയ ഭക്തിയാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത്. ഉത്തരേന്ത്യയിൽ ഏറ്റവും ജനപ്രതിനിധിയ മറ്റൊരു വൈഷ്ണവ ആചാര്യൻ ചൈതന്യനായിരുന്നു. അദ്ദേഹം കൃഷ്ണൻ ആരാധന രീതി പുനരുജ്ജീവിച്ചു. തൻ്റെ മിസ്റ്റിക് അനുഭവങ്ങൾ കീർത്തനാലപനത്തിലൂടെ അദ്ദേഹം ജനപ്രിയമാക്കി. സ്നേഹം, ഭക്തി, നൃത്തം, സംഗീതം എന്നിവയിലൂടെയായിരുന്നു ആനന്ദ നിർവൃത്തി ഉണ്ടാക്കണമെന്നും അതിലൂടെ ദൈവ സാക്ഷാത്കാരമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിലൂടെ ഭക്തി പ്രസ്ഥാനം ഒരു നവീകരണ പ്രസ്ഥാനമായി വളർന്നു വന്നു. മഹാരാഷ്ട്രയിൽ ഭക്തി പ്രസ്ഥാനം അതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളത് ഭാഗവത പുരാണത്തിൽ നിന്നും ശിവജന്മത്തിൽ നിന്നുമാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഭക്തി ആചാര്യനായിരുന്നു ജ്ഞാനേശ്വർ. ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതി. അതിൽ അദ്ദേഹം ജ്ഞാനത്തിനും കർമ്മത്തിനും ഭക്തിക്കും ഒരേപോലെ ഊന്നൽ നൽകി. നാമദേവൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു പ്രധാന ഭക്തി പ്രസ്ഥാന ആചാര്യനാണ്. മറാഠയിൽ അദ്ദേഹം രചിച്ച കവിതകൾ തീവ്രമായ ദൈവ സ്നേഹത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും പ്രതീകമായിരുന്നു. നാലാമത്തെ ചോദ്യം, ഹൈലൈറ്റ് ദി ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ട്രെൻഡ് ഇൻ സംസ്കൃത് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദി മെഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിലുണ്ടായ പുരോഗതിയുടെ വളർച്ച ചൂണ്ടിക്കാണിക്കും. സുൽത്താനേറ്റ് കാലത്ത് സാഹിത്യ ഭാഷയായി സംസ്കൃതം തുടർന്നു. വിവിധ ശാഖകളിൽ മതപരവും മതേതരവുമായ നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങൾ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. 1300 AD അടുപ്പിച്ച് കർമ്മമീമാംസയെ സംബന്ധിച്ച് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പ്രാർത്ഥന സാർത്തി മിശ്ര രചിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശാസ്ത്രദീപികയാണ്. രാമാനുജന്റെ ബ്രഹ്മസൂത്ര വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടത് ഇക്കാലത്താണ്. ഇന്ന് ലഭ്യമായ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പ്രാചീന ഗ്രന്ഥങ്ങൾ ഇക്കാലത്ത് എഴുതപ്പെട്ടവയാണ്. കാവ്യം, നാടകം, കഥ, വൈദ്യശാസ്ത്രം, വാനശാസ്ത്രം, സംഗീതം തുടങ്ങിയ സംബന്ധിച്ച നിരവധി ഗ്രന്ഥങ്ങൾ ഈ കാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം കൃതികൾ ദക്ഷിണേന്ത്യയിലും പൂർവ്വേന്ത്യയിലും പശ്ചിമേന്ത്യയിലും ഉണ്ടാകും. ഹിന്ദു രാജാക്കന്മാരുടെ രക്ഷാധികാരത്തിലാണ് ഇവയിൽ പലതും എഴുതപ്പെട്ടത്. സംസ്കൃത സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ജൈനരും മികച്ച സംഭാവന നൽകിയിരുന്നു. അവരിൽ ഏറ്റവും പ്രഗത്ഭൻ ഹേമചന്ദ്ര സൂരിയായിരുന്നു. മാധവൻ, വല്ലഭൻ തുടങ്ങിയവർ അദ്വൈത സിദ്ധാന്ത സംബന്ധമായ പല മഹാഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഹിന്ദുമത സംബന്ധിയായ ഒട്ടേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഈ കാലത്ത് രചിക്കപ്പെട്ടവയായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിജ്ഞാനശരന്റെ മിതാക്ഷരമാണ്. അഞ്ചാമത്തെ ചോദ്യമാണ്, ഡിസ്കസ് ദി എമർജൻസ് ഓഫ് ന്യൂ സ്റ്റൈൽ ഇൻ മുഗൾ ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദി റീജിയൻ ഓഫ് അക്ബർ ജഹാംഗീർ. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ അക്ബറുടെയും ജഹാംഗീറുടെയും കാലഘട്ടത്തിൽ മുഗൾ വാസ്തുവിദ്യയിൽ പുതിയ മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഹൈന്ദവ മുസ്ലിം കലാപാരമ്പര്യങ്ങളുടെ ഹൃദ്യമായൊരു സങ്കലനമാണ് മുഗൾ വാസ്തുവിദ്യയിൽ പ്രകടമാകുന്നത്. നിരവധി കൊട്ടാരങ്ങളും ആരാധനകളും ശവകുടീരങ്ങളും സ്മാരകങ്ങളും പൊതുകെട്ടിടങ്ങളും മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതുണ്ട്. വാസ്തുശില്പത്തിൽ അത്ഭുതകരമായ പുരോഗതിക്ക് അക്ബറുടെ കാലം സാക്ഷ്യം വഹിച്ചു. കലയുടെ എല്ലാ അംശങ്ങളെക്കുറിച്ചും പരിജ്ഞാനമുണ്ടായിരുന്ന അക്ബർ ഒരു വിദേശ കേന്ദ്രത്തിൽ നിന്നുള്ള കലാപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ വിദഗ്ധരമായ ശില്പികളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് രൂപം നൽകി. അദ്ദേഹം നിർമ്മിച്ച ഫത്തേപൂർ സിക്രി
മഹാനായൊരു മനുഷ്യ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്ന് പ്രസിദ്ധ കലാവിമർശകർ ഫെർഗൂസൻ അഭിപ്രായപ്പെടുന്നു. അക്ബർ ധാരാളം കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധം ആഗ്ര കോട്ടയാണ്. തൻ്റെ കെട്ടിടങ്ങളിൽ പലതും അക്ബർ ഹൈന്ദവ ശില്പങ്ങളുടെ ശൈലിയാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങളിലെ അലങ്കാര പണികൾ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ അലങ്കാര പണിയുടെ മാതൃകയിലാണ്. ആഗ്ര കോട്ടയിൽ ജഹാംഗീറും മഹലിലും ഫത്തേപൂർ സിക്രിയിലെ പല കോട്ടകളിലും നമുക്കിത് കാണാം. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ നിർമ്മിച്ച കോട്ടകളിൽ ഏറ്റവും ഗംഭീരം ജോധ്ബായിയുടെ കൊട്ടാരമാണ്. ദിവാൻ ചക്രവർത്തിയുടെ ഓഫീസ്, അതേപോലെ തന്നെ പഞ്ചമഹൽ എന്നിവയാണ് അക്ബറിൻ്റെ മറ്റ് പ്രസിദ്ധ നിർമ്മിതികൾ. അക്ബറിൻ്റെ കാലത്ത് നിർമ്മിച്ച ജാമി മസ്ജിദിനെ കല്ലിലെഴുത്തിയ പ്രേമകാവ്യം എന്ന് ഫർഗൂസൻ വിശേഷിക്കപ്പെടുന്നു. ഫത്തേപൂർ സിക്രിയയിലെ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസയും ഗംഭീരമായ ഒരു കലാസൃഷ്ടിയാണ്. ശില്പകലക്കുള്ള ജഹാംഗീറിൻ്റെ സംഭാവന താരതമ്യേന കുറവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് 2 പ്രധാന സൗധങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അതിലൊന്ന് സിക്കന്ദറിലെ അക്ബറുടെ ശവകുടീരവും രണ്ടാമത് ഇത്തിമാദുദൗലയുടെ ശവകുടീരവുമാണ്. അത് പരിപൂർണമായും മാർബിളിലാണ് നിർമ്മിച്ചത്. ഇനി ആറാമത്തെ എക്സാമിൻ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദി സുൽത്താനേറ്റ് പീരിയഡ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശില്പകലയ്ക്ക് ഇക്കാലത്ത് ഗണ്യമായ പുരോഗതി ഉണ്ടായി. സുൽത്താനേറ്റ് കാലത്തെ വാസ്തുശില്പത്തിൻ്റെ പ്രത്യേകത അത് ഇന്ത്യൻ ഇസ്ലാമിക് രീതിയുടെ സമന്വയമായിരുന്നെന്നാണ്. പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും വിവിധ ഭാഗങ്ങളിലെ ശില്പകലാരീതികൾ അറബികളും തുർക്കികളും പാഴ്സികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഈ രീതികൾ ഇന്ത്യൻ കലയുടെ വിവിധ പ്രാദേശിക രീതികളും കൂടിച്ചേർന്ന് വാസ്തുശില്പകലയുടെ ഒരു പുതിയ മാതൃക രൂപം കൊള്ളുകയാണ് ഉണ്ടായത്. കുത്തുബ് മിനാറിനടുത്തുള്ള കുവാത്തുൽ ഇസ്ലാം പള്ളി ഡൽഹി മാതൃകയിലുള്ള ഉത്തമ ഉദാഹരണമാണ്. കമാനങ്ങളും താഴികക്കൂടങ്ങളുമാണ് മധ്യകാല വാസ്തുശില്പങ്ങളുടെ സവിശേഷത. സമചതുരാകൃതിയിലുള്ള കെട്ടിടത്തിന്മേൽ വൃത്താകൃതിയിലുള്ള നാഴികക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിന് പല പരീക്ഷണങ്ങളും അക്കാലത്ത് നടത്തിയ കാണാം. കമാന നാഴികക്കൂട രീതിയിലുള്ള ഒരു ഗുണം മേൽക്കൂര താങ്ങാൻ വേണ്ടി നിരവധി തൂണുപണികളുടെ ആവശ്യം അതിനില്ല. കമാനങ്ങളിൽ അലങ്കാര പണി ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളുണ്ടായിരുന്നു. കാരണം അത് അനിസ്ലാമികമായിട്ടാണ് കണക്കാക്കി പോകുന്നത്. അതിനു പകരം പുഷ്പങ്ങളുടെ ചിത്രങ്ങളും ഖുർആനിൽ നിന്നുള്ള ഉദ്ധരണികളുമാണ് ഉപയോഗിച്ചത്. അറബി ലിപി തന്നെ ഒരു അലങ്കാരമാറ്റി മാറ്റുകയാണ് ചെയ്തത്. അലങ്കാരപ്പണിക്ക് തുർക്കികൾ ഇന്ത്യൻ രീതി കടം വാങ്ങുകയാണ് ചെയ്തത്. ഇതിനായി അവർ ഇന്ത്യൻ ശില്പവിദഗ്ധരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തിയത്. തങ്ങളുടെ കെട്ടിടങ്ങൾക്ക് ചുവന്ന നിറം കിട്ടാൻ തുർക്കികൾ നിർമ്മാണത്തിന് ചങ്കിലുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. തുർക്കികളുടെ ഏറ്റവും ഗംഭീരമായ നിർമ്മാണം കുത്തുബ് മിനാറാണ്. ബദാവൂരിലെ കെട്ടിടങ്ങളും പള്ളിയും നാഗൂരിലെ ഹാൻസിയും മനോഹരമായ കവാടങ്ങളും തുർക്കികളുടെ മനോഹര നിർമ്മിതികൾപ്പെടുന്നു. ഇൽത്തുമിഷിന്റെ ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിലും ശില്പകലകളിൽ ഹിന്ദു മുസ്ലിം പാരമ്പര്യം കാണുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുഗ്ലക്കുകളും ശ്രദ്ധേയമായ സംഭാവന നൽകിയിട്ടുണ്ട്. ഗിയാസുദ്ദീൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കും കൂടി നിർമ്മിച്ച തുഗ്ലക്ക് ബാഗ് എന്ന കൊട്ടാരക്കോട്ട സമുച്ചയം ഇതിന് ഉദാഹരണമാണ്. അതിന് ചുറ്റും വിശാലമായ ഒരു തടാകം നിർമ്മിക്കുകയുണ്ടായി. ഇവരുടെ വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ചെരിഞ്ഞ ചുമരുകളാണ്. ഇതിന് ബാട്ടർ എന്നാണ് പറയുന്നത്. കമാനം, ലിൻഡർ, ഉത്തരം എന്നീ നിർമ്മാണ സാങ്കേതിക വിദ്യകളെ തുഗ്ലക്കുകൾ സമന്വയിപ്പിച്ചു. ഫിറസ് തുഗ്ലക്കിൻ്റെ നിർമ്മിതികൾ ഈ സമന്വയ രീതി കാണാം. ഫിറസിൻ്റെ കോട്ട്ല കോട്ട ഇതിന് ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഹൗസ് ലോയ്സിൻ്റെ ഒന്നിടവിട്ടുവിട നിലവിൽ കമാനങ്ങളും ലിൻഡലുകളും ഉത്തരങ്ങളും കാണാം. വില കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു തരം കല്ലാണ് തുഗ്ലക്കുകൾ നിർമ്മാണത്തിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. തുഗ്ലക്കുകൾ നിരവധി പള്ളികൾ പണിതിട്ടുണ്ട്. ഇവയുടെ നിർമ്മാണത്തിന് ചെത്തിക്കോത്ത കല്ലുകളാണ് ഉപയോഗിച്ചത്. അതിനാൽ ഇവ കാണാൻ അത്ര ഭംഗിയില്ല. ലോധികളും കെട്ടിട നിർമ്മാണത്തിന് പാറക്കഷ്ണങ്ങളും ചെത്തിത്തേക്കാത്തതുമാണ് ഉപയോഗിച്ചത്. ഇരട്ട താഴികക്കുടകൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. അഷ്ടകോണാകൃതിയിലുള്ള അതിനു ചുറ്റും ഒരു വരാന്ത ഉണ്ടായിരുന്നു. മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ചെരിഞ്ഞ ഇറവയും അവർ നിർമ്മിച്ചിരുന്നു. ഉയർന്ന തറയിൽ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ശവകുടീരങ്ങൾ ഉയർന്ന തറയിൽ കെട്ടിടങ്ങൾ ഒരു രീതികൾ കൊണ്ടുവന്നിരുന്നു. പൂന്തോട്ടങ്ങളുടെ മധ്യത്തിൽ കല്ലറകൾ സ്ഥാപിച്ചിരുന്നു. ഇനി ഏഴാമത് ചോദ്യം, ഹൈലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ടീച്ചിങ് ഓഫ് ഗുരു നാനാക്ക്. ഗുരു നാനാക്കിൻ്റെ പ്രധാന പ്രബോധനങ്ങൾ എന്തെല്ലാം? സിഖ് മതസ്ഥാപകനായ ഗുരു നാനാക്ക് കബീറിൻ്റെ ആത്മീയ പിൻഗാമിയാണ്. റാവി നദീതീരത്തുള്ള തൽവന്തിയിലെ ഒരു ഖത്രി കുടുംബത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. ആഗോള സഹിഷ്ണുത എന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം. ഒരു മിസ്റ്റിക് ചായവുള്ളവനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. സന്യാസിമാരുടെ സാമീപ്യം അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഗുരു നാനാക്ക് ശ്രീലങ്കയും മെക്കയും മദീനയും സന്ദർശിച്ചിരുന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. ഏകദൈവ വിശ്വാസം അടിയുറച്ച നാനാക്ക് സ്വഭാവശുദ്ധിയാണ് ദൈവത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം വേണ്ട എന്ന് പറഞ്ഞു. ആർക്കും ജാതിമത ഭേദമില്ല, ഇതിലൂടെ മോശം നേടാമെന്നും വാദിച്ചു.
ബിംബാരാധന, തീർത്ഥാടനം തുടങ്ങിയവ ആചാരങ്ങളെല്ലാം അദ്ദേഹം എതിർത്തു. കഠിനമായ സന്യാസത്തിനും അമിതമായ സുഖലോകത്തിനും ഇടയ്ക്കുള്ള മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. തിന്മയും സ്വാർത്ഥതയും കാപട്യവും വെടിയാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. കാലക്രമത്തിൽ നാനാക്കിൻ്റെ ആശയം ഒരു പുതിയ മതത്തിന്, സിഖ് മതത്തിന് ജന്മം നൽകി. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രഞ്ജിപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി 8ാമത്തെ ചോദ്യമാണ്, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ചിഷ്ടി സുഹ്റവർദി സിൽസില എന്നുള്ളത്. ചിഷ്ടി സുഹ്റവർദി സിൽസിലകളെ കുറിച്ച് വിവരണം തയ്യാറാക്കാം. ഇസ്ലാമിക മിസ്റ്റിസത്തിന്റെ വളർച്ചയിലെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് 127 നൂറ്റാണ്ടിലെ സിൽസിലകളുടെ ആരംഭം. 12 സിൽസിലകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് കീഴിൽ സൂഫികൾ സംഘടിക്കപ്പെട്ടു. സുൽത്താനറ്റ് കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട സിൽസിലകൾ ചിഷ്ടി സിൽസിലകളും സുഹ്റവർദി സിൽസിലുമാണ്. അവർ രാജ്യത്ത് ദീനാശ്രമങ്ങളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു. സിന്ധിലും പഞ്ചാബിലുമാണ് സുഹ്റവർദി സിൽസില ഉണ്ടായത്. ചിഷ്ടികൾ ബീഹാർ, ബംഗാൾ, ആസാം, ഡക്കാൻ, അജ്മീർ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ചിഷ്ടി സന്യാസിമാരിൽ അവസാനത്തെ ആൾ ഷെയ്ഖ് നാസറുദ്ദീൻ ഷിരാഖായിരുന്നു. ലാളിത്യത്തിനും ദൈവഭക്തിക്കുമാണ് ചിഷ്ടികൾ ഊന്നൽ നൽകിയിരുന്നത്. ചെളി കൊണ്ട് പൊതിഞ്ഞ വീടുകളാണ് അവർ താമസിച്ചിരുന്നത്. തുണികൾ കൂട്ടിയ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. ഇന്ത്യയിൽ സുഹ്റവർദി സിൽസിലകളെ സംഘാടനം നടന്ന ഷെയ്ഖ് ബഹാവുദ്ദീൻ സക്രിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രമുഖമായ മിസ്റ്റിക് ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ബഹാവുദ്ദീൻ. ചിഷ്ടികളിൽ നിന്നും വിഭിന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. സാധാരണവും സന്തുലിതവുമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ആത്മനിയന്ത്രണമോ ഉപവാസമോ ബഹാവുദ്ദീൻ ശുപാർശ ചെയ്തിരുന്നില്ല. ധനം സമ്പാദിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ബഹാവുദ്ദീന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. പഞ്ചാബിലും സിന്ധുവിലും അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ടായിരുന്നു. പഞ്ചാബിലും സിന്ധുവിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തുടർന്നും സ്വാധീനം ചെലുത്തി. ഇസ്ലാമിൻ്റെ ആവിർഭാവം ഇന്ത്യയിലെ മതമണ്ഡലത്തിൻ്റെ സുപ്രധാനമായ മാറ്റമുണ്ടാക്കി. ഇസ്ലാമിൻ്റെ ഏകതയെ വിശ്വാസം ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഫലമായി ഹിന്ദു മതത്തിന് നൽകപ്പെട്ട പുതിയ വ്യാഖ്യാനമാണ് ഭക്തി പ്രസ്ഥാനം. ഭക്തി എന്ന പദത്തിൻ്റെ അർത്ഥം ഈശ്വര മർപ്പണം എന്നാണ്. ഭക്തി പ്രസ്ഥാനം ആദ്യമായി രൂപം കൊണ്ടത് ദക്ഷിണേന്ത്യയിലായിരുന്നു. കേവലം മതപരമായ പ്രസ്ഥാനമല്ല ഭക്തി പ്രസ്ഥാനം. വ്യക്തികൾക്ക് ഇത് മോശം ലഭിക്കുക എന്നതുപോലെ മതരംഗത്തും സാമൂഹ്യ രംഗത്തും നിലനിൽക്കുന്ന അനീതിയും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നതും അതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ജ്ഞാനശേഖർ, രാമാനന്ദൻ, കബീർ, ഗുരുനാനാക്ക്, വല്ലഭാചാര്യ, ചൈതന്യ, മീരാബായി എന്നായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിലെ ആദ്യ നായകനായിരുന്നു ജ്ഞാനാശർ. ഭക്തി പ്രസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിൽ വേരോടി. ഇവരുടെ പ്രവർത്തനങ്ങൾ ബ്രാഹ്മണ്യസത്തിന് വലിയ തിരിച്ചടി നൽകി. ഭക്തി പ്രസ്ഥാനങ്ങളിലെ പുരോഗമനവാദികൾ പ്രമുഖനായിരുന്നു കബീറും ഗുരുനാനാക്കും. ഹിന്ദു സന്യാസിമാരും സൂഫിവര്യന്മാരും കബീർ ഉറ്റബന്ധം പുലർത്തിയിരുന്നു. ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാമിൻ്റെയോ ബാഹ്യമായ ആചാരങ്ങൾക്കൊന്നും കബീർ വില കൽപ്പിച്ചില്ല. മോശത്തിനുള്ള മാർഗം ഭക്തിപൂർവമായ ആരാധനയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി ലാസ്റ്റ് ചോദ്യം, ഹു വാസ് അമീർ ഖുസ്രു ഹൈലൈറ്റ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദി ഡെവലപ്മെന്റ് ഓഫ് പേർഷ്യൻ ലിറ്ററേച്ചർ. അമീർ ഖുസ്രു ആരായിരുന്നു? പേർഷ്യൻ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു? പശ്ചിമ യുപിയിലെ പാട്ടേൽ എന്ന കാലത്ത് 1252 അമീർ ഖുസ്രു ജനിച്ചത്. ചരിത്രകാരികളടക്കം നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എല്ലാ കാവ്യശൈലികളും പരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹം സബാക്ക് ഇ ഹിന്ദ് എന്ന പുതിയൊരു പേർഷ്യൻ ശൈലി തന്നെ ഉണ്ടാക്കി. വിവിധ വിഷയങ്ങളിലായി അദ്ദേഹം 99ഓളം കൃതികൾ രചിച്ചു. ഖസൈനുൽ ഫുട്ടൂഹ്, തറീഖ് ഇ ലൈ എന്നിവയാണ് പ്രധാന കൃതികൾ. 1325 അദ്ദേഹം നിര്യാതനായി. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ ക്ലാസ്സുകൾക്കോ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.